ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ദാറ്റ് ഈസ് മാർക്കറ്റ്സ് അറൌണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള മാർക്കറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ? ആ ഈ പിക്ചറിൽ കാണിച്ച പോലെ ഒത്തിരി സാധനങ്ങളുള്ള അല്ലെ, പച്ചക്കറി ആയിട്ടും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വേറെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ മാർക്കറ്റ് ആയിട്ട് കാണുന്നത്. അപ്പം അത്തരം മാർക്കറ്റ് അല്ലെ, നമ്മുടെ ചുറ്റുമുള്ള അത്തരം മാർക്കറ്റ്സിനെ പറ്റി പഠിക്കുന്നതാണ് മാർക്കറ്റ്സ് അറൌണ്ട് അസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, സോ we go to market to buy many things അല്ലെ. നമ്മൾ പറഞ്ഞു ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിൽ പോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ എവിടെയാണുള്ളത്? മാർക്കറ്റിലുണ്ട്. സോ വെജിറ്റബിൾസ്, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, മസാല, ബ്രെഡ്, റൈസ്, ദാള്, നോട്ട്ബുക്ക്, ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ മിഠായികള് അല്ലെ, പേന, ബുക്ക്, പേപ്പർ, ബാഗ്, അംബ്രല്ല അല്ലെ, ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എവിടെ കിട്ടും? മാർക്കറ്റിൽ കിട്ടും അല്ലെ. നമ്മൾ പൈസ കൊടുത്താൽ മതി, അവര് എന്ത് സാധനമാണോ നമുക്ക് വേണ്ടത് നമുക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. So, if you make a list of the goods that we purchase, it would be really long. അല്ലെ, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിങ്ങനെ കോമ ഇട്ട് എഴുതി കഴിഞ്ഞാൽ തീരുവോ? ഇല്ല അല്ലെ. ചായ, മുളക് പൊടി അല്ലെ, കിച്ചണിലേക്ക് വേണ്ട ഒത്തിരി സാധനങ്ങൾ, ഫ്രിഡ്ജ് അല്ലെ, എല്ലാ സാധനങ്ങളും എന്താണ്? മാർക്കറ്റിലുണ്ട് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എവിടെയുണ്ട്? മാർക്കറ്റിലുണ്ട്. There are many kinds of markets that we may visit for everyday need. അല്ലെ, നമ്മൾ ഡെയിലി ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. It can include shops, hawker stalls in our neighborhood, a weekly market, a large shopping complex, perhaps even a mall. അപ്പം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം. ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലേ, നിങ്ങൾ മാളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട വീടിന്റെ അടുത്തുള്ള കുഞ്ഞി കടകൾ, അതും എന്താണ്? ആ സാധനങ്ങൾ തരുന്ന ഷോപ്പുകളാണ് അല്ലെ. ഇനി ഒരു മീഡിയം ഉള്ള കടകള് അല്ലെങ്കിൽ മീഡിയം വലുപ്പത്തിലുള്ള ഷോപ്പുകള് ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സസും ഉണ്ട്. അപ്പം അത്തരം എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ് പോകും. Okay, so in this chapter we look at some of these markets and try to understand how the goods that are sold there reach buyers, who these buyers are, who these sellers are, and the sorts of problems they face. എന്തൊക്കെയാ നോക്കുന്നത്? മാർക്കറ്റില് ആരൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് സാധനങ്ങൾ വിൽക്കുന്നത്, ഇനി വിൽക്കൽ വാങ്ങലിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു വീക്ക്ലി മാർക്കറ്റ് ആണ്. ആഴ്ച ചന്താന്നൊക്കെ പറയും. ഓക്കെ, വീക്ക്ലി മാർക്കറ്റിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് നോക്കുന്നത്. എന്താ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? A weekly market is so called because it held on specific day of the week. ഒരു വീക്കില് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡേ ഉണ്ടാവും. ആ ഒരു ദിവസത്തില് അവിടെ മാർക്കറ്റിംഗ് നടക്കും. ഇപ്പം ഞായറാഴ്ച ആണെങ്കിൽ സൺഡേ അല്ലെ, മൺഡേ, ട്യൂസ്ഡേ, ഏതെങ്കിലും വീക്കില് ഒരു സ്പെസിഫിക് ഡേയിലായിരിക്കും അവിടെ മാർക്കറ്റിംഗ് നടക്കുക. അതുകൊണ്ടാണ് അങ്ങനത്തെ മാർക്കറ്റിന് എന്ത് പറയുന്നത്? വീക്ക്ലി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക്ലി മാർക്കറ്റ്സ് ഡു നോട്ട് ഹാവ് പെർമനന്റ് ഷോപ്സ്. എന്തില്ല? പെർമനന്റ് ആയിട്ട് ഒരാളൊരു കട പെർമനന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒറ്റ ദിവസമൊക്കെ ആയിരിക്കും. അയാൾക്ക് വേറെ എന്തെങ്കിലും എമർജൻസി ആവശ്യത്തിന്, വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സൺഡേ എങ്ങാനും അവധി കൊടുക്കും. ബാക്കി എല്ലാ ദിവസവും അല്ലെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാ ദിവസവും പെർമനന്റ് ആയിട്ട് ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതാ എല്ലാ ദിവസവും അവിടെ അയാള് കച്ചവടത്തിന് ഇരിക്കില്ല. നിങ്ങൾ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടനൊക്കെ ഓർത്താൽ മതി, ചേട്ടനെ ചേച്ചിനൊക്കെ ആലോചിച്ചാൽ മതി അല്ലെ, എല്ലാ ദിവസവും നടത്തും. ഇനി വീക്കിലി എന്ന് പറയുമ്പോൾ ഒരു തിങ്കളാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച മാത്രമായിരിക്കും അവർ നടത്തുന്നുണ്ടാവുക. അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരു കടയൊന്നും ഉണ്ടാവില്ല. അവർ ചുമ്മാ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ജസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് അന്നത്തെ ദിവസം തന്നെ അതിന്റെ എല്ലാം കഴിയും. അങ്ങനത്തെ രീതിയിലുള്ള മാർക്കറ്റുകൾ. ട്രേഡേഴ്സ് സെറ്റ് അപ്പ് ഷോപ്സ് ഫോർ ദ ഡേ and then close them in the evening. അല്ലെ, ഒരൊറ്റ ദിവസത്തേക്ക് ഒരു ഷോപ്പ് പോലെ അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു കച്ചവടമാണ് ഇവിടെ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് then they may set up in a different place next day. അവര് ഇപ്പൊ തിങ്കളാഴ്ച
കോഴിക്കോടാണ് മാർക്കറ്റ് വെച്ചാൽ ചൊവ്വാഴ്ച അവർ വേറൊരു സ്ഥലത്ത്, കോഴിക്കോട് തന്നെ വേറൊരു സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ വേറൊരു ജില്ലയിലേക്ക് കണ്ണൂരേക്ക് പോകും, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴിക്കോട് തന്നെ വേറൊരു സിറ്റിയിലേക്ക് പോകും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ്, അല്ലെ അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കില്ല അവര് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടാവുക. So there are thousands of such market in India. People come here for their everyday requirement. അപ്പം അങ്ങനത്തെ ഒത്തിരി മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ ഒത്തിരി ഉണ്ട്, ഇന്ത്യയിൽ ഒരുപാടുണ്ട്. സോ ആൾക്കാര് ഇത്തരം മാർക്കറ്റിൽ പോവും, അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കും, അവര് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, സോ many things in weekly markets are available at cheaper rates. അല്ലെ, വീക്ക്ലി മാർക്കറ്റില് വളരെ ചീപ്പർ റേറ്റ്സില്, അല്ലെ വളരെ വില കുറഞ്ഞ പൈസക്ക് ചിലപ്പം കിട്ടും. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് when shops are in permanent buildings, they incur a lot of expenditure. They have to pay rent, electricity, fees to the government. They also have to pay wages to their workers. അപ്പം ഇങ്ങനെ ഉള്ള മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, അവർ കുറഞ്ഞ പൈസക്ക്, അല്ലെ വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും അവർ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടാവും. എന്താ അവരങ്ങനെ ചീപ്പ് റേറ്റിന് വിൽക്കാൻ കാരണം? അവർക്ക് വേറെ എക്സ്ട്രാ ചെലവുകളൊന്നും വരുന്നില്ല. ഇപ്പൊ ഒരാൾ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഒരു കച്ചവടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കും. ഓക്കെ, ആ ബിൽഡിംഗ് വേറൊരാളുടെ ഉടമസ്ഥയായിരിക്കും, അത് വേറൊരാളായിരിക്കും ഓൺ ചെയ്യുന്നുണ്ടാവും, അപ്പൊ അയാൾക്ക് റെന്റ് കൊടുക്കണം. പിന്നെ ഈ ഷോപ്പിൽ ഡെയിലി കച്ചവടം നടത്തുമ്പോൾ ഇയാൾക്ക് ഒരു ദിവസം ലീവ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം നിൽക്കാൻ ആള് വേണ്ടേ, അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാൾ വേണ്ടേ? വേണം. അപ്പം അയാൾക്ക് പകരം നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അയാൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കോ അവരുടെ വർക്കേഴ്സിന് എന്ത് ചെയ്യണം? കൂലി കൊടുക്കണം. ഇനി കറണ്ട് ബില്ല് ഉണ്ടാവും, അല്ലെ, ഫാന് വേണം, ലൈറ്റ് വേണം, അങ്ങനെ അത്യാവശ്യം ഒരു ഫ്രിഡ്ജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം, അല്ലെ, അങ്ങനെ അത്യാവശ്യം സൗകര്യത്തിന് വേണ്ടി അവിടെ എന്തായാലും ഇലക്ട്രിസിറ്റി വേണം, അതിന് വേണ്ട എക്യുപ്മെന്റ്സും വേണം. ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും. അതുപോലെ തന്നെ റെന്റ്, ഒത്തിരി എക്സ്പെൻസ് ഒരു ഷോപ്പ് ഇട്ട് തുടങ്ങുമ്പം ഉണ്ടാവും. ഈ ഷോപ്പ് ഇടുന്ന ആള് ഈ എക്സ്പെൻസ് എങ്ങനെയാ മേക്കപ്പ് ചെയ്യുന്നത്? ചിലപ്പോ 10 രൂപേന്റെ വിൽക്കുന്ന സാധനമായിരിക്കും, അയാൾ ചിലപ്പോൾ അത് 15 രൂപയ്ക്ക് വിൽക്കും. അപ്പൊ അവിടെ ഒരു 5 രൂപ അയാൾക്ക് ലാഭം കിട്ടും. ഇങ്ങനെ കുറച്ച് കുഞ്ഞു ലാഭങ്ങളൊക്കെ വെച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഈ കണ്ട കറണ്ട് ബില്ലായിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ അടച്ചിട്ട് അയാൾക്കൊരു, അല്ലെ, വർക്കറിന്റെ കൂലിക്കൊക്കെ കൊടുത്തിട്ട് അയാൾക്കൊരു ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അങ്ങനത്തെ എക്സ്പെൻസ് എന്നൊക്കെ ആയിരിക്കും അയാൾ അത് സേവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു ഷോപ്പ് ഒന്നും ഇട്ട് തുടങ്ങാതെ ഇതുപോലെ വീക്ക്ലി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് പെർമനന്റ് ആയിട്ട് ഷോപ്പൊന്നും ഇല്ല, അയാൾക്ക് അവിടെ കറണ്ടൊന്നും വേണ്ട, ബിൽഡിംഗ് ഒന്നും വേണ്ട, ബിൽഡിംഗ് ഫണ്ട് കൊടുക്കണ്ട, പണിക്ക് ആളെ നിർത്തണ്ട, അപ്പം വർക്കറിന്റെ പൈസ കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, അയാൾ ജസ്റ്റ് അതങ്ങ് ചെയ്ത് പോയാൽ മതി. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ എന്ത് കിട്ടുന്നത്? അവൈലബിൾ അറ്റ് ചീപ്പർ റേറ്റ്, അല്ലെ, നമുക്ക് നല്ല അയാൾക്ക് നമ്മൾ ആ വിലേന്റെ ആ ഒരു സാധനത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി. മറ്റേ ആള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അയാൾക്ക് വേണ്ട ബിൽഡിംഗ് റെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ 2 രൂപയായിട്ട് ഒത്തിരി ആൾക്കാരുടെ അടുത്ത് വരുമ്പം അങ്ങനെയാണ് അയാളത് കൊടുക്കുന്നത്. അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ചീപ്പർ റേറ്റിന് കിട്ടും. In weekly market, the shop owners store the things they sell at home. വീക്കിലി മാർക്കറ്റിന് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ അയാൾക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ അയാൾ എവിടെയാ സൂക്ഷിക്കുന്നുണ്ടാവുക? അയാളുടെ വീട്ടിലായിരിക്കും സൂക്ഷിക്കുന്നുണ്ടാവുക. And most of them are helped by family members, അല്ലെ. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങോട്ട് നീക്കി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് സാധനം പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് വേറെ അയാൾ ഇല്ലാത്ത ദിവസം ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. ആരായിരിക്കും ചെയ്യുന്നുണ്ടാവുക? കൂലിക്ക് ആളെ വെച്ചിട്ടാണോ ചെയ്യുന്നുണ്ടാവുക? അല്ല, അയാളുടെ ഫാമിലിയിലുള്ള അയാളുടെ വൈഫോ അല്ലെങ്കിൽ ഒരാളുടെ ഹസ്ബൻഡോ മക്കളോ അല്ലെ മൂത്ത കുട്ടികളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഇത്തരം എക്സ്പെൻസസ് അയാള് വർക്കേഴ്സിനെ വേറെ വെക്കേണ്ടി വരില്ല. ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. ഹെൻസ് ഡു നോട്ട് നീഡ് ടു ഹയർ വർക്കേഴ്സ്. അവര് വർക്കേഴ്സിനെ വെക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ. Weekly markets also have a large number of shops selling the same goods, which means there is competition among them. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം വീക്ക്ലി മാർക്കറ്റ് നടത്തുന്ന ഒരാള് പച്ചക്കറി വിൽക്കുന്ന ഒരാളാണ് വീക്ക്ലി മാർക്കറ്റ് നടത്തുന്നതെന്ന് വിചാരിച്ചോ. അയാള് തക്കാളിക്ക് 10 രൂപ വെച്ചിട്ടാണ് പച്ചക്കറി വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് 10 രൂപ വെച്ചിട്ട് വാങ്ങിക്കും. വേറെ അപ്പുറത്ത് ഒരാൾ 15 രൂപയ്ക്ക് തക്കാളി വിൽക്കുന്നുണ്ട്, സെയിം തക്കാളി വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ പോയിട്ട് വാങ്ങിക്കുക? 10 രൂപയ്ക്ക് വിൽക്കുന്ന തക്കാളി അല്ലേ നമ്മൾ വാങ്ങിക്കുക? യെസ്. അപ്പം അവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, അല്ലെ. ഏറ്റവും കൂടുതൽ ആരാണോ വില കുറച്ച് കൊടുക്കുന്നത് അവിടെ പോയിട്ടായിരിക്കും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷന്റെ ഒരു സാധ്യത ഉണ്ട്. Some trader were to charge a high price
people would move to another shop where the same thing may be available more cheaply or where the buyer can bargain and bring the price down. അല്ലെ, ഒരാള് ഒരു സാധനത്തിന് 20 രൂപ പറഞ്ഞു. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർ ചേട്ടാ 15 രൂപ തരാം ചേട്ടാ, 20 രൂപ തരാൻ പറ്റില്ല പറയും. അപ്പം അയാള് 15 പറ്റൊന്നുമില്ല ചേച്ചി, 20 തന്നെ വേണം, എന്നാ പിന്നെ നമുക്ക് 17 രൂപയ്ക്ക് തരാം. അങ്ങനെ എന്ത് ചെയ്യാ, ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ചില സ്ഥലത്ത് ബാർഗെയിനിങ് വഴി നമുക്ക് കുറെ പൈസ കുറഞ്ഞു കിട്ടും. അപ്പം അപ്പുറത്തെ സ്ഥലത്ത് ബാർഗെയിനിങ് ഒന്നും ചെയ്യുന്നില്ല, അത് ഫിക്സഡ് ആയിട്ടില്ല, നിങ്ങൾ 50 രൂപ തന്നെ തന്നാലേ ഞാൻ ഈ സാധനം തരൂ എന്ന് പറയുമ്പം ഇപ്പുറത്തെ ഒരാള് വേണ്ട നിങ്ങൾ 30 രൂപ തന്നാലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മറ്റേ 30 രൂപ ആളുടെ കയ്യിൽ നയിക്കുന്ന ആൾക്കാർ പോയിട്ട് സാധനം വാങ്ങിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ എന്താണ്, വളരെ വലിയൊരു കോമ്പറ്റീഷൻ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഈ വീക്ക്ലി മാർക്കറ്റേഴ്സിന്റെ ഇടയിൽ. One of the advantages of weekly market is that most things you need are available at one place. എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ ഒരൊറ്റ സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടും. Whether you want vegetables, groceries, cloth items, utensils, all of them can be found here. നമുക്ക് വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. You do not have to go to different areas to buy different things. അല്ലെ, നമ്മള് ഇപ്പൊ ഒരു തുണിക്കടയിൽ കയറി എന്ന് വിചാരിച്ചോ, ക്ലോത്ത് വാങ്ങിക്കാം, ഒരു ടെക്സ്റ്റൈൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലോത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ, അവിടെ നമുക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റുമോ, പോട്ടെ ഒരു ചിക്കു കുടിക്കാൻ പറ്റുമോ, ജ്യൂസ് കുടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് എടുത്തിട്ട് വരാം അല്ലെ. ഇനി മത്സ്യ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മീൻ വാങ്ങിച്ചിട്ട് വരാം, അതല്ലേ ചെയ്യാൻ പറ്റാം. യെസ്, പക്ഷെ ഇവിടെ ആവുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുവിധം വേണ്ട സാധനങ്ങളൊക്കെ ഒരൊറ്റ ഏരിയയിൽ തന്നെ കിട്ടും. People also prefer going to the market where they have a choice and variety of goods. നമ്മള് ഒരാളുടെ കയ്യിൽ ഇവൻ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞു, ഒരു സ്ഥലത്ത് 5 തരത്തിലുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അതായത് ഒരു ചുരിദാറിന്റെ 5 ടൈപ്പ് സാധനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. വേറൊരു സ്ഥലത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ഏതാ പോയിട്ട് എടുക്കുക, 5 ഉള്ളതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുക്കാനാണോ നമ്മൾ ഇഷ്ടപ്പെടുക? പക്ഷെ കുറേ ഉണ്ട്, ഇഷ്ടമുള്ള കളറിൽ, ഇഷ്ടമുള്ള ഡിസൈനിൽ, ഇഷ്ടമുള്ള മോഡലിലുള്ള ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എടുക്കാനല്ലേ പ്രിഫർ ചെയ്യുക. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കില്ലേ? യെസ്, അപ്പം അവിടെ വെറൈറ്റി ഓഫ് ഗുഡ്സും ഉള്ളിടത്തായിരിക്കും ആൾക്കാർ പോകുന്നുണ്ടാവുക. ഇനി നമ്മള് സമീർ ദി സെല്ലർ ഓഫ് ക്ലോത്ത്സ് ഒക്കെ വിൽക്കുന്ന ഒരു സമീറിനെ പറ്റിയിട്ട് എന്താണ് അയാളുടെ കഥ എന്ന് നമുക്ക് നോക്കാം. സോ സമീർ ഈസ് എ സ്മോൾ ട്രേഡർ ഇൻ ദ വീക്ക്ലി മാർക്കറ്റ് നടന്ന ഒരു കുഞ്ഞു ട്രേഡർ ആണ് സമീർ എന്ന് പറയുന്നത്. ഹി ബൈസ് ക്ലോത്ത്സ് ഫ്രം ദ ലാർജ് ട്രേഡർ ഇൻ ദി ടൗൺ. ടൗണിലുള്ള വലിയ ട്രേഡറെ കയ്യിൽ നിന്ന് സമീർ പോയിട്ട് ക്ലോത്ത് വാങ്ങിക്കും. And sell them in 6 different markets in a week. അയാള് ടൗണിലുള്ള വലിയ സെയിലറെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് 6 ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് അയാൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ആൻഡ് he and other cloth sellers move in groups. They hire a minivan for this. His costumes are from villages that are near the marketplace. Customers are from villages that are near the marketplace. അപ്പം മാർക്കറ്റ് അടുത്തുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. At festival times such as during Deepavali or Pongal, he does good business. അല്ലെ, നല്ല സീസൺ ആവുമെന്ന് പറയും അല്ലെ. ദീപാവലി ഒക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുന്ന സമയത്ത് അവർക്ക് സീസണാണ്. അപ്പൊ ആ സീസൺ സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടും, നല്ലൊരു ബിസിനസ് കിട്ടും. നെക്സ്റ്റ് നമ്മളൊരു സുജാതയും കവിതയുടെയും കാര്യമാണ് നോക്കുന്നത്. സുജാത ആൻഡ് കവിത were sent to buy groceries from their neighborhood shop. സുജാതയും കവിതയും അവരുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. This was the shop they usually went to. It was crowded today. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ ഷോപ്പില്. The shop owner managed the shop herself with 2 helpers. അപ്പം ആ ഷോപ്പിലുള്ള ആളും 2 ഹെൽപ്പേഴ്സും ഉണ്ട് അവിടെ. ആൻഡ് നിങ്ങൾക്ക് ആ ഇമേജ് മനസ്സിൽ കാണാൻ പറ്റുന്നത് അല്ലെ. കവിത പോയിട്ട് സുജാതയും കവിതയും കൂടെ സാധനം വാങ്ങിക്കാൻ, ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. When they managed to get into shop, Sujata dictated a list to her. അല്ലെ, വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അങ്ങ് കൊടുത്തു.
Okay, and she in turn began asking her helpers to weigh and pack the items. അപ്പം ഇവരെന്താ ചെയ്യുന്നത്, ഷോപ്പ് നടത്തുന്ന ആളെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹെൽപ്പേഴ്സിന്റെ അടുത്ത് തൂക്കിയിട്ട് ആ ഒരു എമൗണ്ടിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. Meanwhile, Kavita looked around. ചുറ്റും നോക്കി. എന്താ ഉള്ളത് ഷോപ്പില്? On the top left shelf there were different brands of detergent, cakes, different ആയിട്ടുള്ള സാധനങ്ങള്. Another shelf had toothpaste, talcum powder, shampoo, hair oil. The different brands and different colors looked so attractive. അല്ലെ, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാല് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ, ഒരു ടൂത്ത് കോൾഗേറ്റ് ആണെങ്കിൽ കോൾഗേറ്റ്, ക്ലോസപ്പ് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ സാധനങ്ങള്, സോപ്പിന്റെ ആണെങ്കിൽ ഒത്തിരി ബ്രാൻഡിന്റെ, അങ്ങനെ ഒത്തിരി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ ഷോപ്പിൽ, പല കളറിലുള്ള പല സാധനങ്ങള്. One of the floor lay a few sacks. It took almost 20 minutes to weigh and pack all the groceries. അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അളവ് തൂക്കി എടുക്കാൻ വേണ്ടിയിട്ട് 20 മിനിറ്റോളം ടൈം എടുത്തിട്ടുണ്ട്. Then സുജാത showed her notebook. അപ്പം സുജാതന്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. The woman noted the amount of 3,000 in the notebook and gave it back. എന്നിട്ട് സുജാതന്റെ ആ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു, അതിനകത്ത് 3000 എഴുതിയിട്ട് ബുക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു. And she also noted the amount in her big register. അതുപോലെ തന്നെ ആ ഷോപ്പിലുള്ള ആളുടെ അടുത്ത് ഒരു വലിയൊരു രജിസ്റ്റർ ഉണ്ട്, അതിനകത്തും സെയിം 3000 എഴുതി വെച്ചു. Then Sujata took a heavy bags out of the shop. സുജാത ഒരു ഹെവി ബാഗ് ഔട്ട് ഓഫ് ദി ഷോപ്പ് എടുത്തു. ഹർ ഫാമിലി വിൽ പേ ഫോർ ദ പർച്ചേസസ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ആദ്യത്തെ ആഴ്ച അവളുടെ ഫാമിലിയിലുള്ള ആള് പാരന്റ്സ് എന്ത് ചെയ്തോളും, ഈ പൈസ അയച്ചോളും. അപ്പൊ അവരിവിടെ പൈസയാണോ കൊടുത്തിട്ടുള്ളത്? അല്ല അല്ലെ, ജസ്റ്റ് എത്ര ആയിന്ന് അവളുടെ കയ്യിലുള്ള ഒരു നോട്ട്ബുക്കിലും ഷോപ്പ് ഓണറിന്റെ കയ്യിലുള്ള ഒരു രജിസ്റ്ററിലും മാർക്ക് ചെയ്ത് വെച്ചു അല്ലെ. 3000 എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ആദ്യത്തെ ആഴ്ച എന്ത് ചെയ്യും, ആ ഫാമിലി ഇതിനുള്ള പൈസ കൊടുത്തോളും അല്ലെ. എപ്പോഴാ? അടുത്ത മാസം സാലറി കിട്ടുമ്പോ എന്ത് ചെയ്യും, അവർ ഈ പൈസ എടുക്കും. അതുവരെ എന്ത് ചെയ്യും, അവര് ഇവിടുന്ന് കടം പോലെ എടുത്തിട്ട് 1-ാം തീയതി ആ ഒരു അടുത്ത മാസം ആദ്യത്തെ ആഴ്ച അവരെന്ത് ചെയ്യും, പൈസ പേ ചെയ്യും. സോ അവര് കടയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, രജിസ്റ്ററിൽ പൈസയൊക്കെ എഴുതുന്ന ഒരു ഫോട്ടോ ആണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മൾ ആ കഥയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? സുജാത അല്ലെ, അവര് കറക്റ്റ് ആയിട്ട് ഒരു ടൈമിൽ പേ ചെയ്യുന്നതുണ്ട്, പേ ചെയ്യാത്തുണ്ട്. നമ്മൾ ചിലപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ അപ്പൊ തന്നെ പേ ചെയ്യും, അല്ലാതെ എഴുതിയിട്ട് ഒരുമിച്ച് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഷോപ്സ് ഇൻ ദ നെയ്ബർഹുഡ്. We have seen that the weekly markets offer a variety of good. അല്ലെ, വീക്ക്ലി മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഗുഡ് ഉണ്ട്. However, we also buy things from other kinds of market. നമ്മൾ എപ്പോഴും വീക്ക്ലി മാർക്കറ്റിൽ നിന്ന് തന്നെയാണോ വാങ്ങിക്കുക? അല്ല, വേറെ ടൈപ്പ് ഓഫ് മാർക്കറ്റിലും നമ്മൾ വാങ്ങിക്കും. There are many shops that sell goods and services in our neighborhood. അല്ലെ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒത്തിരി കടകളിൽ നമ്മൾ സർവീസസിന് വേണ്ടിയിട്ട് പോവാറുണ്ട്. We may buy milk from the dairy, groceries from departmental stores, stationery, eatables or medicines from other shops. അല്ലെ, നമ്മൾ മെഡിസിൻ വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പ് പോകും അല്ലെ, ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാൻ ബേക്കറിയിൽ പോകും, ഡ്രസ്സ് വാങ്ങിക്കാൻ ടെക്സ്റ്റൈലിൽ പോകും അല്ലെ. ഡിഫറെന്റ് സർവീസസ് നമ്മൾ അടുത്തുള്ള ഓരോരോ കടകളിൽ നിന്നും എടുക്കാറുണ്ട്. Many of these are permanent shops, while others are roadside stalls such as that of vegetable hawker, the fruit vendor, mechanic, etc. അപ്പം ചിലതൊക്കെ പെർമനന്റ് ആയിട്ട് ഒരു കട വെച്ചിട്ടുണ്ടാവും. ആ കടയിൽ നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞാൽ അല്ലെ, ഏതൊരു ദിവസം പോയി കഴിഞ്ഞാൽ അവർ ആ കടയും വെച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും, നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചിലത് റോഡ് സൈഡിലൊക്കെ അവര് വെക്കുന്നതായിരിക്കും, അവർ ഷോപ്പായിട്ടൊന്നും ഡിസൈൻ ചെയ്തിട്ട് അല്ലെ ഷോപ്പായിട്ടൊന്നും ആയിട്ടായിരിക്കില്ലേ അത് ചെയ്യുന്നുണ്ടാവുക. Shops and the neighborhood are useful in many ways. They are near our home and we can go there on any day of the week. അല്ലെ, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കടയായിട്ട് അവിടെ ഉണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഏതാഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു സാധനം വേണ്ടി വന്നാല് നമുക്ക് ആ ഷോപ്പിൽ പോവാം അല്ലെ. യൂഷ്വലി ദ ബയർ ആൻഡ് ദ സെല്ലർ നോ ഈച്ച് അതർ അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കടയിലുള്ള ചേട്ടൻ നമുക്കറിയാം അല്ലെ, ചേച്ചിയെ നമുക്കറിയാം അല്ലെ, അപ്പൊ നമുക്കൊരു പരിചയമുണ്ട് അല്ലെ. ആൻഡ് ദോസ് ഷോപ്സ് ഓൾസോ പ്രൊവൈഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് അല്ലെ, നേരത്തെ നമ്മൾ കണ്ടു
എന്ത് ചെയ്താൽ മതി, നമ്മുടെ സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് വാങ്ങിക്കാം, പൈസ പിന്നെ കൊടുക്കാം അല്ലെ, ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ദിസ് മീൻസ് ദാറ്റ് യു ക്യാൻ pay for the purchases later as we saw in Sujata's case for example. അല്ലെ, സുജാത നമ്മൾ കണ്ടു അല്ലെ, ഷോപ്പിൽ പോയിട്ട് 3000 അവിടെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ, പൈസ കൊടുത്തിട്ടില്ല. പൈസ എപ്പോഴാ കൊടുക്കുക, അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ സുജാതന്റെ കേസിൽ നമ്മൾ കണ്ടു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത് അല്ലെ. അതുപോലെ നമ്മുടെ വീട്ടിനടുത്തുള്ള കടയിലുള്ള ചേട്ടനോ ചേച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പൈസ പിന്നെ തരുന്നുണ്ട്, അല്ലെ പൈസ അടുത്ത ആഴ്ച തന്നാൽ മതി, അല്ലെങ്കിൽ അടുത്ത ദിവസം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാം. കാരണം എന്താണ്, നമ്മൾ പരിചയത്തിന്റെ ബേസിസിൽ അല്ലെ നമ്മൾ കൊടുക്കും. ആൻഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സർവീസസ് അല്ലെ, നമ്മളിപ്പോ കാർഡ് സിസ്റ്റം ഉണ്ട് അല്ലെ, ഇപ്പം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ സാലറി വരുന്ന സമയത്ത് നമുക്ക് കാർഡ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ, പൊതുവെ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഉണ്ട്. You might have noticed that there are different kinds of sellers even in the neighborhood market. ഇനി നിങ്ങൾ നോക്കുമ്പം നമ്മുടെ നെയ്ബർഹുഡ് മാർക്കറ്റിന്റെ പോലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. സം ഓഫ് them have permanent shops and others sell their goods on the road side. അല്ലെ, പെർമനന്റ് ആയിട്ട് ഒരു കടയുണ്ട്, ചിലത് റോഡ് സൈഡിലൊക്കെ ചുമ്മാ കടയായിട്ടൊന്നും വെത്താത്ത രീതിയിലുള്ള സെല്ലിങ്, അങ്ങനെയും കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പല തരത്തിലുള്ള സെല്ലേഴ്സിനെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ കണ്ടത്, മാർക്കറ്റ്സ് അറൌണ്ട് അസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പല തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിക്കോട്ടെ, റോഡ് സൈഡ് ഷോപ്പ് ആയിക്കോട്ടെ, എല്ലാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ വീക്കിലി മാർക്കറ്റിനെ പറ്റി പറഞ്ഞു. വീക്കിലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസവും സർവീസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ഷോപ്പ് ഒന്നും ഫിക്സഡ് ആയിട്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് റൂം റെന്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അവർ ഇന്നൊരു ദിവസം ഇവിടെ ഒരു കച്ചവടം നടത്തിയ നാളെ അവർ വേറൊരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നടത്തുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തേനെയാണ് വീക്കിലി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവരവരുടെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിലായിരിക്കും സൂക്ഷിക്കുന്നുണ്ടാവുക. അവർക്ക് വർക്കേഴ്സിനൊന്നും പൈസ കൊടുത്ത് വെക്കേണ്ടി വരില്ല. അവരുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ പറഞ്ഞു അവിടെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ, അങ്ങനെ വീക്ക്ലി മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരു സമീറിന്റെ കഥ പറഞ്ഞു, അതിനുശേഷം നമ്മൾ സുജാതയും കവിതയും പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത കഥ പറഞ്ഞു അല്ലെ. എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ലാസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തു അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ആ എമൗണ്ട് എഴുതി വാങ്ങിച്ചു, അടുത്ത വീക്കില് പാരന്റ്സ് അത് അടച്ചോളൂ, അങ്ങനത്തെ രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള കടകളിൽ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഷോപ്പ് ഡെയിലി ഒരു ഷോപ്പിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ വെച്ചിട്ട് അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.